അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് വൺ വേ സ്ലാബിന്റെ ഡിസൈൻ ആയിരുന്നു. ആൻഡ് യു ക്യാൻ സീ വാട്ട് ഇസ് വൺ വേ സ്ലാബ് ആൻഡ് ടു വേ സ്ലാബ് എന്നുള്ള ഡിഫറൻസ് എന്താണെന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. When the length dimension of the longest side to the dimension of the least side is greater than 2, അതായത് Ly by Lx. Ly എന്ന് പറയുന്നത് ലോങ്ങർ ഡയമെൻഷനും Lx എന്ന് പറയുന്നത് ഷോർട്ടർ ഡയമെൻഷനും ആയിരിക്കും. Whenever this ratio is greater than 2, then it is one way slab. വൺ വേ സ്ലാബിന്റെ പ്രത്യേകത റീഇൻഫോഴ്സ്മെന്റ് ഷോർട്ടർ സ്പാനിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുക, ലോങ്ങർ സ്പാനിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഹോളിന്റെ ഡിസൈൻ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. വിത്ത് ഡയമെൻഷൻ, ക്ലിയർ ഡയമെൻഷൻ 3 meter and 9 meter, വാൾ തിക്നെസ് 230 mm, ലൈവ് ലോഡ് ഫിനിഷിംഗ് ലോഡ് ഒക്കെ തന്നിരുന്നു. ദെൻ നമ്മൾ അതിന്റെ Ly by Lx റേഷ്യോ കൺസിഡർ ചെയ്തപ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 3. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 2 അല്ലെ. അങ്ങനെയാണെങ്കിൽ അതെന്ത് സ്ലാബാണ്? വൺ വേ സ്ലാബാണ്. ദെൻ നമ്മൾ അതിന്റെ ഡെപ്ത് കണ്ടുപിടിച്ചിരുന്നു. ഇറ്റ് ഈസ് 125 mm and adding the cover we will get the overall depth as 150 mm. Then coming to effective span calculation, we got the effective span as 3125 mm. Then load കണ്ടുപിടിച്ചിരുന്നു നമ്മൾ. ഏതൊക്കെയായിരുന്നു? ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, ഫിനിഷിംഗ് ലോഡ്. അതിൽ ലൈവ് ലോഡ് ഫിനിഷിംഗ് ലോഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗിവൺ, അതായത് ഫിനിഷിംഗ് ലോഡ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് എ വാല്യൂ ബിറ്റ്വീൻ 0.5 and 1 kN/m². നമ്മൾ പിന്നെ പറഞ്ഞൊരു കാര്യം, ലൈവ് ലോഡ് തന്നിരിക്കുന്നത് kN/m², അത് kN/m ആക്കണം. അപ്പോൾ ടോട്ടൽ ലോഡ് നമുക്ക് കിട്ടി. ദെൻ അൾട്ടിമേറ്റ് ലോഡ് 11.625 kN/m. Then coming to the next step, that is moment calculation. mu കണ്ടുപിടിച്ചു, mu ലിമിറ്റും കണ്ടുപിടിച്ചു. then compare ചെയ്തു and we got it as another reinforced section. അത് കഴിഞ്ഞിട്ട് നമ്മൾ ASTയുടെ കാൽക്കുലേഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. and we got the value of AST as എത്ര കിട്ടിയ ചെയ്തിരുന്നു നിങ്ങൾ? What is the value of AST? 332.81. 332.80. കറക്റ്റ് ആൻസർ. നമ്മൾ ഇതില് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AST കിട്ടും അല്ലെ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്ന് ആരെങ്കിലും പറയാമോ? ഡയറക്റ്റ് ആണ്. ഓക്കെ, അന്ന് ഞാൻ ഇക്വേഷൻ എഴുതാം. 45131.25 AST minus 7.491 AST square minus 14.19 into 10 to the power 6 is equal to 0. Okay, ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ we get the value of AST as 5691.365 or 332.801 mm². നമ്മളിതിൽ 332, കാരണം ഇത്രയും AST നമുക്ക് സ്ലാബിന് ആവശ്യമില്ല. 332 ആണ് എടുക്കുന്നത്. സോ വി നോ ദാറ്റ് AST റിക്വയർഡ് ഇസ് ഈക്വൽ ടു എത്രയാണ്? AST റിക്വയർഡ് ഇതിൽ ചെറിയ വാല്യൂ, ദാറ്റ് ഈസ് 332.801 mm². ദിസ് ഇസ് AST റിക്വയർഡ്. ദെൻ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? ഏത് നമ്പർ ഓഫ് ബാർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് അസ്യൂം ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് നമുക്കറിയാം മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ബാർ ഞാൻ പറഞ്ഞിരുന്നു 10 mm അങ്ങനെയുള്ള ഡയമെൻഷൻസ് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ലെറ്റ്സ് അസ്യൂം പ്രൊവൈഡ് 10 mm diameter bars as main bar. Okay, 10 mm 12 mm ഒക്കെ കൊടുത്താൽ മതി മെയിൻ ബാർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് വൺ ബാർ എത്രയാണ്? ഏരിയ ഓഫ് വൺ ബാർ which is denoted by small AST, which is equal to എത്രയായിരിക്കും ഒരു ബാറിന്റെ ഏരിയ? π/4 into diameter square. Then we will get the value as 78.539 mm². Then നമുക്ക് സ്പേസിംഗ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. സ്പേസിംഗ് is given by 1000 into AST divided by capital AST. This equation for spacing.
ദിസ് ഇക്വേഷൻ ഫോർ സ്പേസിംഗ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്ര സ്പേസിംഗ് കിട്ടുമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. ഈ ക്വസ്റ്റ്യനിൽ എത്ര സ്പേസിംഗ് കിട്ടും നോക്കി. into small ast 78.539, capital ast എന്ന് പറയുന്നത് ast required ആണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ast, that is 332.801, and you will get the spacing as എത്ര കിട്ടാം 235.99 mm എന്ന് കിട്ടും അല്ലെ. നമുക്ക് ഇതിനെ റൗണ്ട് ചെയ്യണം. സ്പേസിംഗ് ആകുമ്പോൾ താഴോട്ടാണ് റൗണ്ട് ചെയ്യേണ്ടത്. സോ വി ക്യാൻ അഡോപ്റ്റ് എ സ്പേസിംഗ് ഓഫ് 230 mm. 230 അല്ലെ, അതിനേക്കാൾ കുറഞ്ഞൊരു സ്പേസിംഗ് ആണ് നമ്മളിപ്പോൾ അഡോപ്റ്റ് ചെയ്യാം. ദെൻ ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ദെൻ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പേസിംഗിന്റെ ചെക്ക് ആണ്. ഓക്കെ, നമ്മൾ ഇത്രയും നാളും ചെയ്ത AST കണ്ടുപിടിച്ചു, പിന്നെ AST റിക്വയർഡ് പ്രൊവൈഡഡ് ചെക്ക് നോക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്പേസിംഗിന്റെ ചെക്ക് ഉണ്ട്. സ്പേസിംഗിന്റെ ചെക്ക് നോക്കാം. That is step number 8. Check for spacing. And we have spacing എന്ന് പറഞ്ഞാൽ it should be minimum of, first one 3 into D, second one 300 mm, the third one is calculated spacing. ഇനി നമുക്കെല്ലാം അറിയാം 3 into D എത്രയാണ്. നമ്മളൊരു 0.75 into D കണ്ടിരുന്നു. അതെവിടെയാണ്? സ്റ്റിറപ്പിന്റെ സ്പേസിംഗ് അല്ലേ, അല്ലായിരുന്നോ? സ്ലാബിന്റെ കേസിലോട് വരുമ്പോൾ സ്പേസിംഗ് എന്ന് പറയുമ്പോൾ 3D 300 ആണ് കാൽക്കുലേറ്റഡ് വാല്യൂ. 3D എന്ന് പറയുമ്പോൾ 3 into 125 D അതല്ലേ. then we'll get 375 mm. then calculated spacing എന്ന് പറയുന്നത് 230 mm ആണ്. and we have to take the minimum. minimum എന്ന് പറയുന്നത് ഏതാണ്? 230 mm ആണ്. so we can conclude that provide 10 mm diameter bars as main bars at 230 mm spacing. Then നമുക്കൊരു കാര്യം കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. AST പ്രൊവൈഡഡ് എത്രയാണ്? അപ്പൊ സ്പേസിംഗ് മാറിയില്ല. അപ്പൊ AST പ്രൊവൈഡഡ് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. AST പ്രൊവൈഡഡ് is given by 1000 AST by spacing. ഇപ്പൊ സ്പേസിംഗ് മാറിയില്ലേ. പുതിയ AST പ്രൊവൈഡഡ് എത്രയാന്ന് നോക്കാം. that is 1000 into ഒരു ബാറിന്റെ AST by spacing, current spacing, that is 230 mm, and you will get the value as എത്ര കിട്ടും? AST provided will get the value as 341.47 mm square എന്നുള്ള വാല്യൂ കിട്ടും. that is AST provided. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് നമ്പർ 9. ഇതുവരെ നമ്മൾ എന്തൊക്കെയാ ചെയ്തത് ഒന്നുകൂടെ റിവൈസ് ചെയ്തേ. ജസ്റ്റ് ഒന്ന് പേജ് മറിച്ച് നോക്കി. എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ ചെയ്തത്? ഫസ്റ്റ് ഗിവൺ ഡീറ്റെയിൽസ് എഴുതി, ദെൻ 1 way സ്ലാബ് ആണോ 2 way സ്ലാബ് ആണോ നോക്കി, ഡയമെൻഷൻസ് കണ്ടുപിടിച്ചു. ഏതൊക്കെയാ? ഡെപ്തും എഫക്റ്റീവ് സ്പാനും മാത്രം ഇവിടെ കണ്ടുപിടിച്ചാൽ മതി. 2 ഡയമെൻഷൻ കണ്ടുപിടിച്ചു. ദെൻ ലോഡുകളായി. അത് കഴിഞ്ഞ് ബെൻഡിങ് മൊമെന്റ്, AST കഴിഞ്ഞ് സ്പേസിംഗ് കണ്ടുപിടിച്ച് അതിന്റെ ചെക്കും കൂടെ ചെയ്തു അല്ലെ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഷെയറിന്റെ ഡിസൈൻ. ആൻഡ് ഫോർ ദ കേസ് ഓഫ് സ്ലാബില് ഷെയർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആണ്. മീൻസ് അധികം ഷെയർ ഇവിടെ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഷെയർ ഡിസൈൻ വളരെ ചെറുതായിട്ട് ചെയ്താൽ മതി. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 9, ഡിസൈൻ ഫോർ ഷെയർ.
അതിൽ തന്നെ നമുക്ക് ആദ്യം VU അല്ലെ, അൾട്ടിമേറ്റ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാം. നിങ്ങൾ ചെയ്യുക, എന്നിട്ട് വാല്യൂസ് ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യുക. ദെൻ ടോ വി എന്ന് പറഞ്ഞ VU/BD ആണ്. B എന്ന് പറയുന്ന 1000 ആണ് സ്ലാബിന്. ദെൻ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് PT. PT കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത്? ടോസി വേണം, ടോസി മാക്സ് വേണം അല്ലേ? ഫൈൻഡ് ഔട്ട് ചെയ്തേ. ഓക്കെ, അതിൽ നിങ്ങൾ VU ടോ വി കിട്ടിക്കഴിയുമ്പോൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ദെൻ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ടോസി ഡയറക്റ്റ് ആയിട്ട് എടുത്താൽ പോരാ. യു ഹാവ് ടു ലിസൺ ഹിയർ. ഫോർ സോളിഡ് സ്ലാബ് ആസ് പെർ ക്ലോസ് 40.2.1.1. ഇവിടെ ശ്രദ്ധിച്ച സ്ക്രീനിലോട്ട് നോക്കി. ഫോർ ദ സോളിഡ് സ്ലാബ് ദ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഫോർ കോൺക്രീറ്റ് ഷാൽ ബി ടോസി ഇൻറ്റു K, where K is the Kന്റെ വാല്യൂ ഇവിടെ തന്നിരിക്കുന്നുണ്ട്. K എന്ന് പറയുന്നത് ഒരു മോഡിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള നമ്പർ ആണ്. K for overall depth of the slab, if it is 300 or more, we have to adopt K is equal to 1.3. പിന്നെ ഓരോന്നിനും ഓരോ വാല്യൂസ് തന്നിട്ടുണ്ട്. ആൻഡ് നമ്മുടെ കേസിൽ ഏതായിരിക്കും വാല്യൂ മനസ്സിലായോ? ഡെപ്തിന് ബേസ് ചെയ്തിട്ട്, ഈ ടോപ്പിൽ തന്നിരിക്കുന്ന ഡെപ്ത് ആണ്. ഡെപ്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ K സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, the modification factor K is selected based on the overall depth of the slab. And you can see in our question, the overall depth is 150 mm. So for 150 mm, the value of K is 1.30 അല്ലെ? As per clause 40.2.1, the value of K is 1.3. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ടോസിനെയും കൊണ്ട് K നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ഔട്ട് ചെയ്തോ. VU എത്ര കിട്ടിയ? VU we'll get the value of VU as 18.164 kilonewton. Then tau V B into D. B എന്ന് പറയുന്നത് 1000 ആയിരിക്കും. Effective depth is 125 mm and you will get tau V as 0.1453 Newton per mm square. PT എത്രയാണ്? 100 into AST provided. AST provided 341.47. Then B എന്ന് പറയുന്നത് 1000 ആണ്. D എന്ന് പറയുന്നത് 125 ആണ്. Substituting, we will get the value as 0.273 Newton per mm square. പറഞ്ഞോ നന്ദിത. VU 18.16 into 1.5 ചെയ്യണ്ട. VUനെയല്ല നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട, നമ്മൾ ചെയ്യേണ്ട. ഓക്കെ അൾട്ടിമേറ്റ് ലോഡ് എടുത്തിട്ടില്ല. ഓക്കെ നമ്മുടെ അൾട്ടിമേറ്റ് ലോഡിന്റെ വാല്യൂ എത്രയാണ്? 11.625 ആണല്ലോ. ദിസ് ഇസ് WU. അല്ല, ടോട്ടൽ ലോഡ് എത്ര കിട്ടിയേ? 7.75 അല്ലേ?
ഓക്കെ മിസ്സാ. ഓക്കെ, ഇത് മനസ്സിലാകുന്നത് 7.5. അൾട്ടിമേറ്റ് ലോഡ് 11.625. ഓക്കെ, അപ്പൊ അൾട്ടിമേറ്റ് ലോഡിന് ഇട്ടിട്ടാണ് നമ്മൾ ഷെയർ കണ്ടുപിടിച്ചിരുന്നത്. ദെൻ നമുക്ക് പിറ്റിന്റെ വാല്യൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എന്താണ്, ടോസിനെയാണ് വേണ്ടത്. ടോസി കണ്ടുപിടിച്ച് PT = 2.73 കറസ്പോണ്ടിങ് ടോസിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രാഫ് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. You will get the value after interpolation as 0.371. ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോന്ന്. ദെൻ നമുക്ക് ഇവിടെ മോഡിഫൈ ചെയ്യണം അല്ലേ. ഫോർ സോളിഡ് സ്ലാബ് we have ടോസി is equal to, ഇവിടെ ഒരു ഫാക്ടർ ഉണ്ട് 1k into ടോസി അല്ലേ. ടോസി is equal to k into 1. ടോസി, then by referring to IS 456/2000 clause 40.2.1.1, we have k is equal to 1.34, d is equal to 150 mm അല്ലെ. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. നമുക്ക് കെന്റെ വാല്യൂ കിട്ടാം. ഈ കെനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ടോസി ആസ് എത്ര കിട്ടും? ടോസി 1.3 into 0.371. On multiplying, you will get it as എത്ര കിട്ടും? 0.4823 Newton per mm square എന്ന് കിട്ടും. ഓക്കെ, ദെൻ കമ്പയർ ചെയ്ത ടോസി മാക്സിന്റെ വാല്യൂ എത്രയാണ്? ടോസി മാക്സിന്റെ വാല്യൂ എത്രയാ പറഞ്ഞേ ആകാശ്? ആരെങ്കിലും ടോസി മാക്സിന്റെ വാല്യൂ പറയൂ. കാർത്തിക? ഓക്കെ ഓക്കെ, ചെയ്തിട്ട് പറയാം. അത് കഴിയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യണം ടോവിനെയും ടോസിനെയും ടോസി മാക്സിനെ കമ്പയർ ചെയ്യണം. അപ്പൊ ടോസി മാക്സിനെയും കൂടെ വാല്യൂ അറിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാം. ഞാൻ ചെയ്ത ടോസി മാക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച ടേബിൾ 20 നോക്കുക, ടോസി മാക്സ് കിട്ടും. നോക്കി you will get us 2.8, right? .8 Newton per mm square. ഇനി ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ടോവി is less than K2C, which is less than ടോസി മാക്സ് അല്ലെ. ടോസി മാക്സ് 2.3 ഉണ്ട്. K2C എന്ന് പറയുന്നത് ടോസി എന്ന് പറയുന്നത് 0.4283 ആണ്, which is less than ടോസി മാക്സ്. ദെൻ ടോവി എത്രയാണ്? ടോവി is 0.1453 അല്ലെ. ടോവി 0.1453 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ റിലേഷനിലോട്ട് എത്തും. ദാറ്റ് മീൻസ് മിനിമം ഷെയർ മതി അല്ലെ. ഇവിടെ മിനിമം ഷെയറിന്റെ ഡിസൈൻ മതി. Therefore, minimum shear reinforcement is required.
ദാറ്റ് മീൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം മിനിമം എന്ന് പറയുമ്പോൾ നമുക്ക് 2 legged 8 mm തന്നെ മിനിമം സ്പേസിംഗ് ദാറ്റ് ഇസ് 300 mm സ്പേസിംഗിൽ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് provide 2-legged 8 mm diameter bars as vertical stirrup at 300 mm spacing. അല്ലെ, ഏറ്റവും മിനിമം ആയിട്ടുള്ള ഷെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, ഷെയർ ഡിസൈൻ പ്രൊവൈഡ് ചെയ്യുക. ഓൾമോസ്റ്റ് ഇതിൽ ഷെയർ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ വാല്യൂസ് ആയിരിക്കും വരിക ടോവിയൊക്കെ. അപ്പൊ നമുക്ക് ഏറ്റവും മിനിമം ആയിട്ടുള്ള ഈ ഒരു കൺക്ലൂഷനിലോട്ട് തന്നെയായിരിക്കും എത്തുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് നമ്പർ 10 ആണ് അല്ലെ, 10 അല്ല, ഓക്കെ 10. ദാറ്റ് ഇസ് നമ്മളിപ്പോൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് കഴിഞ്ഞു, ഷെയറിന്റെ ഡിസൈൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് ലോങ്സ്റ്റ് ഡയറക്ഷനിൽ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ്. സ്റ്റെപ്പ് നമ്പർ 10. ഇതുവരെ ഉള്ളതിന് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എഴുതിയെത്തിയില്ലേ? ഒപ്പം ചെയ്യാൻ പറ്റുന്നുണ്ടോ? Calculation of distribution reinforcement. ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റിന്റെ കാൽക്കുലേഷൻ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് AST എന്ന് പറയുന്നത് 0.12/100 B into D ആണ്. ഓക്കെ, ചെയ്ത് 0.12/100 into B into D. അത് കഴിഞ്ഞാൽ അതിന്റെ സ്പേസിംഗ് കൂടി കണ്ടുപിടിക്കാം. ഓക്കെ, സ്പേസിംഗ് കണ്ടുപിടിക്കാം. AST by capital AST. AST നമുക്കൊരു 5 = 8 mm എന്ന് എടുക്കാം. ഓക്കെ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 8 mm ഡയമീറ്റർ ഉള്ള ബാർസ് എന്നുള്ള അസംഷനിൽ സ്പേസിംഗ് കൂടി കണ്ടുപിടിക്കാം. ദെൻ AST പ്രൊവൈഡഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് 12% ഓഫ് ദ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ. 12%. ദാറ്റ് മീൻസ് എത്ര വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ? 0.12/100 into B എന്ന് പറയുന്നത് സ്ലാബിന് 1000 ആണ്. ഡെപ്ത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കിട്ടിയിരിക്കുന്നത് 150 mm ആണ് അല്ലെ. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി വിൽ ഗെറ്റ് ആസ് 180 mm². ഈ സ്പേസിംഗ് ഇതുപോലെ കണ്ടുപിടിച്ച് 8 mm ഡയമീറ്റർ ഉള്ള ബാർസ് ആണ് എടുത്തിരിക്കുന്നത് ബൈ ക്യാപിറ്റൽ AST. ദാറ്റ് ഈസ് 180. You will get the value around ചെയ്ത് നോക്കിക്കേ 279.25 mm എന്ന് കിട്ടും. നമ്മൾ അതിനെ ലോവസ്റ്റ് പ്ലേസിലോട്ട് താഴോട്ട് റൗണ്ട് ചെയ്യുക. ദാറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി 270 mm എന്ന് റൗണ്ട് ചെയ്യാം. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് as a conclusion we can say provide 8 mm diameter bars as distribution reinforcement at 270 mm spacing. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AST പ്രൊവൈഡഡ് കൂടി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 1000 into 5/4 8² by ഇപ്പൊ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പേസിംഗ് ദാറ്റ് ഈസ് 270 mm. On solving you will get the value of AST provided as 186.168 mm². ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ഈ ഒരു വാല്യൂ കിട്ടും നമുക്ക്. ഇത്രയേ ഉള്ളൂ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം അതിന്റെ AST കണ്ടുപിടിക്കണം, എത്രത്തോളം ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം
180 mm സ്ക്വയർ വേണം AST, ദാറ്റ് ഇസ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീലിന്റെ ഏരിയ എന്ന് പറയുന്നത് 180 mm ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 8 mm ഡയമീറ്റർ ബാറാണ് ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ സ്പേസിങ് കണ്ടുപിടിച്ചു, അതിന് ഇത്രയേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്കിതില് ഒരു ചെക്കും കൂടെ ഉണ്ട്, ഡിഫ്ലക്ഷൻ ചെക്ക്, ദെൻ ഡീറ്റെയിലിംഗ്. ഇത്രയും പ്രൊസീജിയറെ ബാക്കിയുള്ളൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഡിഫ്ലക്ഷൻ ചെക്ക് കൂടി ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 11, ദാറ്റ് ഇസ് കാൽക്കുലേഷൻ ഓഫ് ഓർ ദ ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. സ്റ്റെപ്പ് നമ്പർ 11, ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. നമുക്കറിയാം ഡിഫ്ലക്ഷൻ ചെക്ക് എന്ന് പറയുമ്പോൾ L/D റേഷ്യോ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 20 into K1. K1 എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോഡിഫിക്കേഷൻ ഫാക്ടർ ഫോർ ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ്. ദെൻ K2 മോഡിഫിക്കേഷൻ ഫാക്ടർ ഫോർ കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് K3 ഇസ് എ മോഡിഫിക്കേഷൻ ഫാക്ടർ ഫോർ ഫ്ലാഞ്ച് സെക്ഷൻ. അപ്പൊ ഈ ഒരു കേസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് K1 മാത്രം കൺസിഡർ ചെയ്താൽ മതി. സ്ലാബിൽ കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റോ ഫ്ലാഞ്ചറോ ഒന്നും കൺസിഡർ ചെയ്യേണ്ട. വി ഹാവ് L/D റേഷ്യോ. L/D റേഷ്യോ എത്രയാണ്? L എത്രയാണ്? Effective span 3125 by depth 125. You will get the value 25 അല്ലെ? It should not be greater than 20 into K1. K1 നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി FS അറിയണം. FS അറിയാൻ എന്ത് ചെയ്യണം? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. What is equation for FS? FS is equal to 0.58 F by AST required by AST provided. ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, FS കണ്ടുപിടിക്കുക. ആൻഡ് ദെൻ ഫ്രം ദ ഫിഗർ 4 യു ക്യാൻ ഫൈൻഡ് ഔട്ട് K1. 0.58 into F അതിന്റെ വാല്യൂ എത്രയാണ്? 415. AST required 332.801. Then AST provided 341.41. On substituting, you will get the value of FS as 234.58 Newton per mm square. For this FS, we have the value of K1 is equal to 1.45. Okay, ഇതൊക്കെ നമ്മൾ ഓൾറെഡി FS നിന്ന് എങ്ങനെയാണ് K1 കണ്ടുപിടിക്കുന്നത് എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. That means 25 should not be greater than 20 into K1. K1 എന്ന് പറഞ്ഞാൽ 1.45 ആണ്, which has got a value around 29 വരും. That means 25 is not greater than 29. Hence, the deflection check is satisfied. Hence, deflection check is satisfied. Hence, deflection check is satisfied. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. ദാറ്റ് ഈസ് ഡീറ്റെയിലിംഗ്. ഡീറ്റെയിലിംഗ് നമുക്ക് സെക്ഷൻ എലിവേഷനും പ്ലാനും വരയ്ക്കണം. ഓക്കെ, ഒരു സ്ലാബാണ്, ബീമായിട്ടൊന്നും വരയ്ക്കരുത്. സ്ലാബിന്റെ തിക്നെസ് ബീമിനേക്കാൾ കുറവാണ്, അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ചിലവർ വലിയ ഇതിൽ വരച്ച് സപ്പോർട്ടൊക്കെ വളരെ ചെറുതായിട്ട് വരയ്ക്കും. നോക്കി ചെയ്യാം.
സോ നമുക്കറിയാം this is a clear dimension 3 meter. This is a clear dimension 3 meter. അല്ലെങ്കിൽ LX നമ്മൾ പറയും അല്ലേ. And this is the effective span 3125 mm. Okay, effective spanum clear ആ ഒരു ഇത്. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ മെയിൻ ബാർസ് ആണ് ഏത് ഷോർട്ടർ ഡയറക്ഷനിൽ കൊടുക്കുന്നത് അല്ലെ, മെയിൻ ബാർസ്. സോ മെയിൻ ബാർ വരയ്ക്കുകയാണെങ്കിൽ മെയിൻ ബാർസ് ഇതുപോലെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഒരു മെയിൻ ബാർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആ സ്പേസിങ് കഴിഞ്ഞിട്ട് അടുത്തത് ക്രാങ്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടി. ദാറ്റ് ഈസ് ഇതിങ്ങനെ ക്രാങ്ക് ചെയ്തിട്ട് വേണം എന്ത് കൊടുക്കാൻ. ഇതൊക്കെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ആണ് വരയ്ക്കുന്നത്. ഡീറ്റെയിലിംഗ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു ഫോട്ടോ സെറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. അതായത് പ്ലാൻ ആണ് വരയ്ക്കുന്നത്, പ്ലാൻ വ്യൂ. ആൻഡ് ഇവിടുത്തെ സപ്പോർട്ടിന് കാണിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് കാണിച്ചു. ദെൻ നമുക്ക് അഗെയിൻ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് അവിടെ വരയ്ക്കാം. ഈ മുകളിൽ കാണുന്ന മെയിൻ റീഇൻഫോഴ്സ്മെന്റിന്റെ പ്ലാൻ ആണ് വരയ്ക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡ്രോയിങ് ഞാൻ വേറെ തരാം. ഇതാണ് നമ്മുടെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, മെയിൻ റീഇൻഫോഴ്സ്മെന്റിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി കണ്ടതായിരുന്നു. എങ്ങനെയാ ഡിസൈൻ ഡീറ്റെയിൽ എങ്ങനെയായിരുന്നു? എത്രയാ? 10 mm ബാർ സെറ്റ്, 230 അല്ല 230 ആയിരുന്നു അല്ലെ. ഓക്കെ, 230 mm സ്പേസിങ്. ഇതാണ് നമ്മുടെ മെയിൻ റീഇൻഫോഴ്സ്മെന്റിന്റെ ഡീറ്റെയിൽ അല്ലേ. 10 mm ഫയർ ബാർ സെറ്റ്, 230 mm spacing. Then നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് കൂടി വരയ്ക്കാം. ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് മുകളിലും താഴെയായിട്ട് കൊടുക്കണം. ദാറ്റ് മീൻസ് ഇങ്ങനെ ലെങ്ത് വൈസ് ആണ് ഇത് പോകുന്നത്. ഇപ്പൊ ഇതിൽ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് വരയ്ക്കാം. ഈ രണ്ട് ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. This is a distribution reinforcement. Distribution reinforcement in the detailing എങ്ങനെയാ? 8 mm bar set, 270 mm spacing അല്ലേ. 8 mm bar set, 270 mm spacing. Again 8 mm bar set, 270 mm spacing. ഇതാണ് നമ്മുടെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ചോദിക്കാം.